ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമ്മുടെ എക്സാം ഈ വരുന്ന മൺഡേ നടക്കാൻ പോവുകയാണ്. സോഷ്യൽ സയൻസ് എക്സാമിനകത്ത് മാക്സിമം എല്ലാ ആൾക്കാരും നന്നായി പഠിക്കുന്നുണ്ട്. ഏകദേശം ഒരു 75% പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ കാണണം. കാരണം നിങ്ങൾക്ക് ഉപകരിക്കുന്ന പ്രധാനപ്പെട്ട ചില ടിപ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു 2-3 ഭാഗങ്ങൾ നമ്മൾ പറയാൻ പോവുകയാണ്. അത് ഏതാണെന്നല്ലേ നമുക്കറിയാം. പ്രധാനമായിട്ടും ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി അല്ലേ, നമുക്ക് ഈ പറഞ്ഞ ജോഗ്രഫിയിലെ സെക്കൻഡ് പാർട്ടിനകത്ത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട മാർക്കിന് വരുന്ന ചാപ്റ്ററാണ് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന മനോഹരമായ ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്തുള്ള ഒരു 2-3 ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, പറയാണ്. അതെങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ഒന്ന് പറയാണ്. ഏറ്റവും പ്രധാനമായിട്ട് മക്കളെ, ആദ്യം തന്നെ ഹിമാലയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹിമാലയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ മോഡൽ എക്സാമിനൊന്നും ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ആണ്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചുള്ള ചോദ്യം മക്കൾ ശ്രദ്ധിക്കുക. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ സിവാലിക്സ് ദാറ്റ് ബിലോങ് ടു ദ നോർത്തേൺ മൗണ്ടെയിൻസ് അല്ലെ, ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായ സിവാലിക്കിനെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക ചോദിച്ചിട്ടുണ്ട്. ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളിൽ ഒന്നാണ് സിവാലിക്. അതേപോലെ നോക്കി, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹിമാദ്രി ആൻഡ് ഹിമാചൽ റേഞ്ചസ്, അതായത് ഹിമാദ്രി ഹിമാചൽ പർവ്വതനിരകളുടെ സവിശേഷതകൾ വിവരിക്കുക. ഈ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ആണ്, 2021-ലും 2018-ലും വന്നിട്ടുള്ള SSLC-യിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ മക്കളെ, നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം. നിങ്ങൾ നോക്കിക്കോ, ഹിമാലയത്തിന്റെ 3 പാർട്സുകളാണ്. ഹിമാലയത്തിന്റെ 3 പാർട്സുകൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അല്ലെ. ഇത് എക്സാമിന് വരികയാണെങ്കിൽ ഒരു 3-4 മാർക്കിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. കയറി വന്നാൽ 3 അല്ലെങ്കിൽ 4 മാർക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. അതിന്റെ മുകളിലോട്ട് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഇത് എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്, അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കാം, ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചു നോക്കേണ്ടത് ഈ പേരുകൾ ആദ്യം ഓർഡറിൽ പഠിക്കണം. എങ്ങനെ? ഫസ്റ്റ് വൺ ഹിമാദ്രി, പിന്നെ ഹിമാചല്, പിന്നെ ഏതാണ് സിവാലിക്. ഇത് ഓർഡറിൽ പഠിച്ചു നോക്കുക. ഇത് ഓർഡറിൽ പഠിച്ചു നോക്കുക. ആദ്യം ഏതാണ് ഹിമാദ്രി, ഹിമാചല്, അതുപോലെ തന്നെ ഏതാണ് സിവാലിക്. ആ ഓർഡറിൽ ആ പേരുകൾ എന്ത് ചെയ്യുക, ആദ്യം എന്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഹിമാദ്രി, ഹിമാചല്, സിവാലിക് പാടുത്തു നോക്കുക. അപ്പൊ എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ, ആ ഏറ്റവും ടോപ്പിലുള്ളത് ആരാണ്? ഹിമാദ്രിയാണ് ഏറ്റവും ടോപ്പ് ഉള്ളത് ഹിമാദ്രിയാണ്. അതിന്റെ താഴെയാണ് ഹിമാചല്, അതിന്റെ താഴെയാണ് ആരുള്ളത്? ഹിമാചൽ ഉള്ളത്. ഹിമാചലിന്റെയും താഴെയാണ് ആരുള്ളത്? സിവാലിക്സ് ഉള്ളത് എന്ന് എന്ത് ചെയ്യാം, എന്റെ മക്കൾക്ക് അറിയാം. എന്റെ മക്കൾക്ക് ആ ഒരൊറ്റ രീതിയിൽ കിട്ടും. ഇത് നിങ്ങൾക്ക് അറിഞ്ഞാൽ തന്നെ, ഇത് നിങ്ങൾക്ക് ആദ്യം ഈ 3 പേരും ഇങ്ങനെ ഓർഡറിൽ പഠിച്ചാൽ തന്നെ അവിടെ ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അതായത് ഒരു മാർക്കിന്റെ ഒരു പോയിന്റ് നിങ്ങൾക്ക് അവിടെ പഠിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മക്കൾ നോക്കിയാൽ മതി. ഏറ്റവും ടോപ്പിൽ ഹിമാദ്രിയാണ്. അപ്പൊ ഹിമാദ്രിയുടെ താഴെയാണ് ആര്? ഹിമാചൽ. അപ്പൊ നിങ്ങൾ നോക്കിയോ, ഫസ്റ്റ് പോയിന്റ് നോക്കിയോ കേട്ടോ, ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച്. ഹിമാദ്രിയുടെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച്. ഏറ്റവും ടോപ്പിലുള്ളത് ആരാണ്? ഹിമാദ്രി തന്നെയാണ്. ഇവിടെ അല്ലേ ഏറ്റവും ടോപ്പിൽ ആരാണ്? ഹിമാദ്രി അല്ലേ ഏറ്റവും ടോപ്പിൽ ആണ്, കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കിക്കോളി, ആ ഹിമാദ്രിയുടെ താഴെയല്ല ആരുള്ളത്? ഹിമാചൽ ഉള്ളത്. നോക്കിക്കോളി, സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ദി ഹിമാദ്രി. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ആര് കാണുന്നത്? ഹിമാചൽ കാണുന്നത്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ താഴെ ഭാഗത്തായിട്ടാണ് ആര് കാണുന്നത്? ഈ ഹിമാചൽ കാണുന്നത്. ഇനി മക്കൾ നോക്കിയോളി, ഹിമാചലിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആര്? സിവാലിക് കാണുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയോളി, ഇതാ ഈ സിറ്റുവേറ്റഡ് ദ സൗത്ത് ഓഫ് ദി ഹിമാചൽ. സിവാലിക് ഈ സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ദി ഹിമാചൽ. ഹിമാചലിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആര്? സിവാലിക് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചോളി, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് നിങ്ങൾ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഏറ്റവും ടോപ്പിൽ ആരാണ്? ഹിമാദ്രിയാണ് ഏറ്റവും ടോപ്പിൽ. അതിന്റെ താഴെയാണ് ഹിമാചൽ ഉള്ളത്. അതിന്റെ താഴെയാണ് ആര്? സിവാലിക് ഉള്ളത്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കിയാൽ മതി, അടുത്ത് നോക്കിയാൽ മതി, ആൾട്ടിറ്റ്യൂഡ്, ഉയരം പഠിക്കാം. ഈ ഉയരം വരുന്നത്, ഹിമാദ്രിയുടെ ഉയരം എന്ന് പറഞ്ഞാൽ 6000 മീറ്റേഴ്സ് ആണ്. നിങ്ങൾ നോക്കിയാൽ ഈ പറഞ്ഞ 6000 മീറ്റേഴ്സ് ആണ്. 6000 മീറ്റർ ആണ് ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ്, ആവറേജ് ആൾട്ടിറ്റ്യൂഡ് 6000 മീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയോടെ, 6000ത്തിന്റെ ഇവിടെ ഇപ്പൊ 6000 ആണ്, ഹിമാദ്രി 6000 ആണെങ്കിൽ 6000ത്തിന്റെ പകുതി പിടിക്കുക. 6000ത്തിന്റെ പകുതി എന്നാൽ എത്രയായി? 6000ത്തിന്റെ പകുതി എന്നാൽ 3000 ആയി. അപ്പൊ മക്കളെ നിങ്ങൾ നോക്കി, ഹിമാചലിന്റേത് എത്രയായി? 3000 മീറ്റർ ആണ്. 3000 മീറ്റർ ആണ്, കറക്റ്റ് അല്ലേ? ഈ നോക്കിയത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, 3000 മീറ്റർ ആണ് ഇതിന്റെ ആവറേജ് ആൾട്ടിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ 3000ത്തിന്റെ പകുതി എത്രയാണ്? 1500 ആണ്. പക്ഷെ ഇവിടെ 1500 അല്ല, 1220 ആണ്. നിങ്ങൾ നോക്കിയതുണ്ടോ, ഇവിടെ ആൾട്ടിറ്റ്യൂഡ് പറയുന്നുണ്ട് 1220 മീറ്റർ അല്ലെ, 1220 മീറ്റർ. അപ്പൊ നമുക്ക് ആ രണ്ടാമത്തെ പോയിന്റ് എന്ത് ചെയ്തു, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടോ. അപ്പൊ ഓർത്ത് വെച്ചോളാം, ഒരു ഹിമാദ്രിയുടേത് 6000 ആണ്, 6000 ആണെങ്കിൽ അതിന്റെ പകുതി എടുക്കുക. അതിന്റെ പകുതി എടുത്താൽ എത്രയും 3000 ആയി. അപ്പൊ 3000 ആണ് ഇത് ഹിമാചലിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഒരു അത്രയാണ്. ഇനി അതിന്റെയും പകുതി എടുക്കുക. പകുതി എടുത്താൽ 1500 ആണ്. ഇവിടെ 1500 അല്ല, 1220 ആണ്. അപ്പൊ അങ്ങനെ ആ കണക്ഷൻ കിട്ടി. അപ്പൊ 2 പോയിന്റ് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ശ്രദ്ധിക്കണം, അടുത്ത് മൂന്നാമത്തെ നോക്കിയാൽ മതി. അതായത് ഹിമാദ്രി ഏറ്റവും ടോപ്പ് അല്ലേ, ഏറ്റവും ഉയരത്തുള്ളല്ലേ. അപ്പൊ ഏറ്റവും ഉയരത്തുനിന്നാണ് പ്രധാനമായിട്ട് റിവേഴ്സ്, പീക്കുകളൊക്കെ കാണുന്നത് ഇവിടെയാണ്. അതായത് പ്രധാനപ്പെട്ട നദികള്, കൊടുമുടികള്, ഇതൊക്കെ കാണുന്നത് എവിടെയായിരിക്കും? ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തിലായിരിക്കും അല്ലെ, ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, അവിടെ പ്രധാനമായിട്ട് കാണാം ഒറിജിൻ ഓഫ് റിവേഴ്സ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഗംഗയും ബ്രഹ്മപുത്രയും കൂടാതെ പീക്സ് അല്ലെ, പീക്സ് ഏതാണ്? ഇതുപോലെ കാഞ്ചൻജംഗ, നന്ദാദേവി, ഇത് രണ്ടും ഇവിടെ നിന്നുള്ളത്. പ്രധാനപ്പെട്ട റിവേഴ്സ് ആയിട്ടുള്ള ഗംഗ, ബ്രഹ്മപുത്ര, അതുപോലെ തന്നെ പീക്ക് ആയിട്ടുള്ള കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻജംഗ, നന്ദാദേവി ഒക്കെ പ്രധാനമായിട്ട് എവിടെയാണ്? ഈ
ഈ ഹിമാദ്രിയാണ്. കാരണം ഹിമാദ്രിയാണ് ഏറ്റവും ടോപ്പിൽ. എന്നാൽ ഹിമാചലിലേക്ക് വരുന്ന സമയത്ത് ഹിമാചൽ ഏറ്റവും മെയിൻ ആയിട്ട് കാണുന്നത് ഹിൽ സ്റ്റേഷൻസ് ആണ്, സുഖവാസ കേന്ദ്രങ്ങൾ. ഹിൽ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങൾ. ഏതൊക്കെയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഷിംല, ഡാർജിലിംഗ്, അതുപോലെ തന്നെ കുളു മനാലി പോലുള്ള സുഖവാസ കേന്ദ്രങ്ങൾ കാണുന്നത് എവിടെയാണ്? ഹിമാചലാണ്. അങ്ങനെയാണെങ്കിൽ ഹിമാദ്രിയിൽ എന്താണ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഹിമാചലിൽ കഴിഞ്ഞ് സിവാലിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കാണുന്നത് ബ്രോഡ് ഫ്ലാറ്റ് വാലീസ് ആണ്, അതായത് ഡ്യൂണുകളാണ്. ഇവിടെ കാണുന്ന മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഡ്യൂൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് കേട്ടോ. ഡ്യൂണുകളാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഡ്യൂണുകളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത്. റെഡി? അപ്പൊ ഓർത്ത് വെച്ചുകൂടാ, ഇത്രയാണുള്ളത്. അപ്പൊ എക്സാമിന് ഇത് വരികയാണെങ്കിൽ ഒരു 3 മാർക്കിനൊക്കെയാണ് വരിക. 3, ചിലപ്പോൾ 4 മാർക്കിന് വരിക. 3 മാർക്കിനാണ് അധികവും വരിക. അങ്ങനെ വരുമ്പോൾ ഓർത്ത് വെച്ചോളി, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇതിങ്ങനെ പഠിച്ചു വെക്കാൻ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നുള്ള ആ പേര് നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അതിൽ തന്നെ ഒരു പോയിന്റ് കിട്ടും. പിന്നെ ഇത് കണക്ഷൻ വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് ഒക്കെ സിമ്പിൾ അല്ലേ? ഒരു സ്ഥലത്ത് 6000 ആണെങ്കിൽ ഇവിടെ ഒരു സ്ഥലത്ത് 3000 ആണ്, ഒരു സ്ഥലത്ത് എത്രയാണ്? അതിന്റെ പകുതി 1220 ആണ്. 1200 അല്ല, 1220. പിന്നെ നമുക്ക് ഹിമാദ്രി ആണെങ്കിൽ ഹയസ്റ്റ് പോയിന്റ് ആണ്. അപ്പൊ പീക്സും റിവേഴ്സും ഒക്കെ എവിടെയാണ് കാണുക? ഹിമാചൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിന്റെയും കൂടി ഇടയിലല്ലേ അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സെന്ററിലുള്ള ആൾക്ക് എന്തായിരിക്കും? അയാൾ സുരക്ഷിതായിരിക്കും. അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട, സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സുഖവാസ കേന്ദ്രങ്ങൾ ഉള്ളത് എവിടെയാണ്? ഹിമാചലിൽ, സെൻട്രലിലുള്ള ഹിമാചലിലാണ് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. പിന്നെ സിവാലിക്കാണെങ്കിൽ അവിടെ എന്താണ്? ഡ്യൂണുകളാണ്. ഓർത്ത് വെച്ചോട്ടോ. ഇത് നിർബന്ധമായിട്ട് പഠിച്ചോളാം മക്കളെ. ഉറപ്പായിട്ടും ഇത് എന്ത് ചെയ്യും? വരും കേട്ടോ, എക്സാമിന് വരുന്നതാണ്. അപ്പൊ ഓർത്ത് വെച്ചോളാം, ഏറ്റവും ഉയരം കൂടിയ സ്ഥലം 6000 മീറ്ററാണ് ഹിമാദ്രി. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഗംഗ, യമുന നദികളുടെ ഉത്ഭവ കേന്ദ്രം, അതുപോലെ തന്നെ കൊടുമുടികൾ. ഓർത്ത് വെച്ചോളാം. ഇനി നെക്സ്റ്റ് ഹിമാചൽ ആണെങ്കിൽ ഹിമാചലിന്റെ പ്രധാനമായിട്ട് തെക്ക് ഭാഗത്തായിട്ട് കാണുന്നു. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്ത് കാണുന്നു. ശരാശരി ഉയരം 3000. അതുപോലെ തന്നെ സുഖവാസ കേന്ദ്രങ്ങൾ ഓർത്ത് വെച്ചോളേ. സിവാലിക്കാണെങ്കിൽ ഈ ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ട് കാണുന്നു. ഉയരം 1220 മീറ്റർ. പ്രധാനമായിട്ട് അവിടെ കാണുന്നത് ഡ്യൂണുകൾ കേട്ടോ. ഡ്യൂണുകൾ ഓർത്ത് വെച്ചോളേ. പ്രധാനമായിട്ട് ഇത്രയാണുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അടുത്തത് എന്താണെന്ന് അറിയോ? അടുത്ത ചോദ്യത്തിലേക്ക് ഒരു ചോദ്യം. പോയിന്റ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. മക്കളെ, ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുക. നമ്മുടെ മോഡൽ എക്സാമിനകത്ത് 2025 മോഡൽ എക്സാമിനകത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് ചോദ്യങ്ങൾ വന്നു. അപ്പൊ പല ആൾക്കാരും വിചാരിക്കേണ്ടത്, സാറേ ഇതിനി മോഡലിന് വന്നതുകൊണ്ട് മെയിൻ എക്സാമിന് വരില്ല എന്ന് നമ്മൾ ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? മോഡലിന് വന്ന ചോദ്യങ്ങൾ മെയിൻ എക്സാമിന് വന്നിട്ടുണ്ട്. അങ്ങനെ മുൻപത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ മോഡൽ എക്സാമിന് ചോദിച്ച അതേ ചോദ്യങ്ങൾ മെയിൻ എക്സാമിന് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വരില്ല എന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കുക, നമുക്കിത് പഠിച്ചിരിക്കണം. സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. മക്കളെ, സിമ്പിൾ സാധനങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഉത്തരപർവ്വത മേഖല പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രാധാന്യത്തെ പറയുന്ന സമയത്ത് ഒന്ന് ഈ പറയുന്ന ഫോറിൻ ഇൻവേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷിക്കുന്നുണ്ട്. പ്രൊട്ടക്ടിങ് അസ് ഫ്രം ഫോറിൻ ഇൻവേഷൻ അല്ലേ? പ്രധാനമായിട്ടും വിദേശ ആക്രമണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ അത് രക്ഷിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ബ്ലോക്ക് ദ മൺസൂൺ വിൻ. ഈ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ പ്രിവെന്റ് ദ ഡ്രൈ കോൾഡ് വിൻ. ഈ വരണ്ട ശീതക്കാറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കിയാൽ മതി മക്കളെ, നിങ്ങൾ നോക്കിയാൽ ഈ പറയുന്ന നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഇത് പഠിക്കാൻ സുഖമാണ്. നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് പ്രധാനമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് 3 ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? 3 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. എന്തിനൊക്കെയാണ് ഇവര് തടയുന്നത് അല്ലെ? ഈ പറയുന്ന എന്തിനൊക്കെയാണ് തടയുന്നത് ഒന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ വരുന്നത് ഒന്ന് ഫോറിൻ ഇൻവേഷൻ ആണ്. ഫസ്റ്റ് വൺ ഇതാണ് ഫോറിൻ ഇൻവേഷൻ ആണ്. വിദേശ ആക്രമണത്തിന് എന്ത് ചെയ്യുന്നു, തടയുന്നു. രണ്ടാമത്തത് മൺസൂൺ വിൻസ് ആണ്. മൺസൂൺ വിൻസ് ആണ്. ഈ പറയുന്ന മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു. പിന്നെ നെക്സ്റ്റ് വൺ ഉള്ളത് ഡ്രൈ കോൾഡ് വിൻസ് ആണ്. വരണ്ട ശീതക്കാറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, തടഞ്ഞു നിർത്തുന്നുണ്ട് അല്ലെ? ഇത് മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഫോറിൻ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ വിദേശ ആക്രമണം. ഫോറിൻ ഇൻവേഷൻ അല്ലെങ്കിൽ വിദേശാക്രമണത്തെ എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ തടയുന്നു. അതുപോലെ തന്നെ മൺസൂൺ കാറ്റുകളെ എന്ത് ചെയ്യുന്നു, തടയുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഡ്രൈ കോൾഡ് വിൻസ് ആണ്. വരണ്ട ശീതക്കാറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. അപ്പോ ഓർത്ത് വെച്ചോളാം മക്കളെ. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്തിനൊക്കെയാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ. ഇതാ നിങ്ങൾ നോക്ക്, 3 എണ്ണത്തിന് ഇത് തടയുന്നു. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ബ്ലോക്ക് ദ ഫോറിൻ ഇൻവേഷൻ, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ബ്ലോക്ക് ദ മൺസൂൺ വിൻ, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ബ്ലോക്ക് ദ ഡ്രൈ കോൾഡ് വിൻ. എഴുതിക്കൂടെ, സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ. ടെക്സ്റ്റിലുള്ളത് അതേ സെന്റൻസ് തന്നെ നിങ്ങൾക്ക് വരണമെന്നുണ്ടോ? വേണ്ട, നമുക്ക് ഈ പോയിന്റുകൾ അവിടെ വന്നാൽ പോരെ, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം,
വിദേശ ആക്രമണത്തെ തടയുന്നു, ഉത്തരപർവ്വത മേഖല മൺസൂൺ കാറ്റുകളെ തടയുന്നു, ഉത്തരപർവ്വത മേഖല വരണ്ട ശീതക്കാറ്റിനെ തടയുന്നു. അങ്ങനെ ഇരിക്കൂടെ? അങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടൂലേ? കിട്ടും. അപ്പൊ ആ രീതിയിലേക്ക് മക്കൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റും. ഇപ്പൊ മാക്സിമം എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പഠിക്കുക. എല്ലാ ആൾക്കാരും അടിപൊളിയാക്കി ഉഷാറാക്കുക. അപ്പൊ മക്കളെ, ഇന്നൊക്കെ നടക്കുന്ന നമ്മുടെ ലേൺ വിത്ത് മാസ്റ്റേഴ്സിലൊക്കെ തന്നെ എല്ലാ ആൾക്കാരും ജോയിൻ ചെയ്യണം. ചെയ്യാത്ത ആൾക്കാരൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പോയി ജോയിൻ ചെയ്യുക. നിങ്ങൾ ആലോചിച്ചൊക്കെ 10 മണിക്ക്, രാവിലെ 10 മണിക്ക് തുടങ്ങിയ ക്ലാസ് ആണ് രാത്രി 10 മണി വരെ തുടർച്ചയായ 12 മണിക്കൂർ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ലൈവ് ക്ലാസ്സുകൾ എന്ത് ചെയ്യാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എല്ലാ ആൾക്കാരും തന്നെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പോയി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് മാക്സിമം അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് അതൊരു റിവിഷൻ ആക്കി എടുക്കുക. അത് കഴിഞ്ഞ് മക്കൾ ശ്രദ്ധിക്കുക, നാളെ നമുക്ക് ഞായറാഴ്ച നമുക്ക് എന്തുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കൊരു മെഗാ മാരത്തോൺ രാത്രി കൃത്യം 7:15 വരുന്നുണ്ട്. അത് കൂടാതെ പിറ്റേ ദിവസം നിങ്ങൾക്ക് എക്സാമിന്റെ അന്ന് നിങ്ങൾ പോകുന്ന അന്ന് രാവിലെ 6 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടി ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാ ആൾക്കാരും അടിപൊളിയായി ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ ഈ വീഡിയോ മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അതുകൂടാതെ ഇത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫർദർ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മക്കൾസ് ഓൾ ദി ബെസ്റ്റ് എവരിവൺ. സോ കാണാം. ബൈ.